ഹലോ ഗൈസ്, എല്ലാവർക്കും മൈസർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഫാമിലിയോട് ഇരുന്ന് കണ്ടത് ഭയങ്കര സിനിമ കേട്ടോ. അതില് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി സംഭവിച്ചാൽ അതില് ചില സീനുകൾ അനശ്വരാജും പിന്നെ ഒരു കൂട്ടുകാരും സംസാരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഗൈസ്. അത് ഗൈസ് ഒന്നും മനസ്സിലാവില്ല, അതെന്താണ് അവർ പറയുന്നത്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ അത് കണ്ടെന്ന് നമ്മൾ എന്റെ ഫാമിലിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സിനിമ സ്റ്റോപ്പായി ഇങ്ങനെ കേട്ടു, പക്ഷെ മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ ജിത്തുമാധവനാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജിത്തുവേട്ടന്റെ സ്റ്റോറി സെറ്റാണ് കേട്ടോ, സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ചില ഭാഗങ്ങളിൽ ചിരിക്കാനുണ്ട്. പിന്നെ ഇതിലെ മെയിൻ സ്റ്റോറി ഇതാണ്, ഇത് ഇത്രയുള്ള സ്റ്റോറി എന്നത്. ഇത് വെറുതെ വലിച്ചു കിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി നല്ല അടിപൊളി എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് എല്ലാവരും കാണായിരുന്നു. ഭയങ്കര നല്ല സിനിമ. ഇതിന്റെ സ്റ്റോറി ഇത്രേ ഉള്ളൂ. പ്രായംകുട്ടി ആവാത്ത ഒരു പെൺകുട്ടി, ഓക്കെ, അവൾ അങ്ങനെ വീട്ടിൽ നിന്ന് ചാടുന്നു, എന്നിട്ട് അവൾക്ക് തോന്നിയ പോലെ ഓരോരുത്തരെ പ്രേമിക്കുന്നു. അതാണ് സ്റ്റോറി. അപ്പം അങ്ങനെ നമ്മളെ അംബാന്റെ അടുത്ത് എത്തുന്നു. അംബാനി അങ്ങനെ പെട്ടുപോകും. പിന്നെ എങ്ങനെ അംബാനി ഒരു അതിനകത്തൊക്കെ കളികൾ കളിക്കും, അതാണ് സംഭവം. പക്ഷെ അംബാന്റെ ഒറിജിനൽ പേര് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അംബാന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. വേറെ ഗൈസ് എനിക്ക് പേരറിയാത്തോണ്ട് ഞാൻ അംബാൻ വിളിച്ച് ശീലിച്ചു. പക്ഷെ അംബാന്റെ അഭിനയം നല്ല ഉഷാർ അഭിനയം കേട്ടോ. നായകന്റെ അഭിനയം കിടുക്കാച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, അംബാന്റെ അഭിനയം എന്ത് രസ ഗൈസ്, അടിപൊളി. ചില ഗൈസ് അംബാന് ചില ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഗൈസ് അതൊക്കെ ചിരിച്ച് ഗൈസ് പഴയ കിട്ടും. നല്ല സെറ്റ്, നല്ല അടിപൊളിയായിരുന്നു. നല്ല സിനിമ വെച്ചാൽ നല്ല വൈബിലായിട്ട് പോയത്. ചില സീനൊക്കെ നല്ല ചിരിക്കാനുണ്ട് കേട്ടോ. പിന്നെ അത് അവസാനം ഒരു സീൻ ഉണ്ടായിരുന്നു ഡയറക്റ്റ് ഉള്ളത്. അപ്പൊ ഗൈസ് അതിന് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒന്ന് പോയാൽ മറ്റൊന്ന്. അതുകൊണ്ടാണ് ഗൈസ് അംബാനും ബാഗും മെട്രോളെ സ്നേഹിച്ചത്. മെട്രോട് ഇങ്ങനെ പുറമെ നടക്കുന്നുണ്ട്, പക്ഷെ അത് സ്വന്തം കൂട്ടുകാരന്റെ പെങ്ങളായതുകൊണ്ട് കൂട്ടുകാരന്റെ പെങ്ങളായിരുന്നു വേണ്ട, നീ എന്റെ കൂട്ടുകാരന്റെ പെങ്ങളാണ്. എനിക്ക് എന്റെ കൂട്ടുകാരന്റെ പെങ്ങള് എന്റെ കൂട്ടുകാരൻ എങ്ങനെയാണ്, എനിക്ക് അങ്ങനെ കാണാൻ പറ്റും, ഇതിന്റെ പെങ്ങളാണ്. പിന്നെ അവസാനം അത് പോയ വിഷമത്തിൽ ഇരിക്കുമ്പോ ഓക്കെ ഇവന് പെട്ടെന്ന് അംബാനി പെട്ടെന്ന് സെറ്റ് പടക്ക അടിപൊളി കേട്ടോ. പിന്നെ ബാംഗ്ലൂർ പോകുന്നു, എന്റെ ഒന്നോ ഒരുത്തം ബൈക്കിൽ തോട്ടും, അത് ഗൈസ് അത് കറക്റ്റിലൂടെ കാഴ്ച കിട്ടും. പിന്നെ ഗൈസ് മരിച്ചെന്ന് മനസ്സിലാക്കും. അംബാന്റെ കരിച്ചല് ഗൈസ് പെടിഞ്ഞുള്ള കരിച്ചല് ഗൈസ് ഒന്നും സഹിക്കാൻ കേട്ടോ. അംബാന്റെ കരിച്ചലൊക്കെ ചിരിച്ച് നല്ലോണം ചിരിച്ചുകൊണ്ടു ഗൈസ്. സിനിമ നല്ല അടിപൊളി, നല്ല മൂഡിൽ പോയി. പിന്നെ സ്റ്റോറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റോറി നല്ല അടിപൊളി ഉണ്ട്. ഇത് വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുണ്ടായിരുന്നു തോന്നിപ്പോയി ഭയങ്കര. അപ്പൊ ഭയങ്കര സിനിമയുടെ സംവിധായകൻ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബു ആണ് കേട്ടോ. അപ്പൊ മൂപ്പരെ സംവിധായകൻ നല്ല കിഡുമാണ്. പിന്നെ ആ പാട്ട് സീനും ആ ഒരു പാട്ട് സീനൊക്കെ സെറ്റ്, അത് പൊളിച്ചിട്ടോ, അത് നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോ നല്ല അടിപൊളിയായിട്ട് നല്ല സിനിമ നല്ലതിൽ വാച്ച് ചെയ്തിട്ടോ. കഥ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് പോലെ തന്നെ എനിക്കൊരു ഫീൽ ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ നെഗറ്റീവ് പറയാനായിട്ട് ആദ്യം ആ ഒരു ഡയലോഗ് അനശ്വരാജനും കൂട്ടുകാരും പറഞ്ഞ ഡയലോഗ് മനസ്സിലായിട്ടില്ല. പിന്നെ സ്റ്റോറി ഇതെങ്ങനെയാണ് ഇവര് കൊണ്ടുപോകുന്നത്, അതും ഗൈസ് എങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവർ എടുക്കുന്നത്, അതൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നു. ചില ഭാഗങ്ങളൊക്കെ മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ റിയാസ് ഖാന്റെ സീന് എന്റെ പൊന്നോ പൊളിച്ച്. റിയാസ് ഖാന്റെ ഒക്കെ ഒരു അടിപൊളി സീൻ ഉണ്ട് ഗൈസ്. ഭയങ്കര സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ ഗൈസ് മനോരമ മാക്സ് ഉണ്ട്, പോയി കണ്ടു കേട്ടോ. നല്ലൊരു സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില കോമഡി കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്, പക്ഷെ ചില സീനുകളൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ചില കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഓക്കെ, ജിത്തുവേട്ടന്റെ സ്റ്റോറി സെറ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. സിനിമ അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമ്മളിതുപോലെ സിനിമ റിവ്യൂ ആയിട്ടും ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇനി ഒരുപാട് സിനിമ കാണാണ്ട് ഗൈസ്, അതൊക്കെ കണ്ടു കഴിഞ്ഞ് അതിന്റെ റിവ്യൂ ആയിട്ട് വരുന്നത്. ടേക്ക് ബൈ ഗൈസ്.